ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പരിശുദ്ധ സഭ കൈത്താക്കാലം 6-ാം ഞായറിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണത്താൽ സഭ ആത്മീയ സമൃദ്ധി ഭരിക്കുന്നതിൻ്റെയും മിശിഹായിൽ പൂർണ്ണത പ്രാപിക്കുന്ന സ്വർഗീയ ജെറുസലേമിൻ്റെ മഹിമയെ ധ്യാനിക്കുന്നതിൻ്റെയും നിമിഷങ്ങളാണ്. പ്രളയജലമിറങ്ങി ഭൂമി പുനർജനിക്കുകയും പെട്ടകത്തിൽ നിന്നും പുതിയൊരു ജീവൻ്റെ ഉദയം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. പഴയ നിയമത്തിലെ നോഹയുടെ പെട്ടകവും 40 രാവും പകലും നീണ്ടുനിന്ന പ്രളയവും മനുഷ്യൻ്റെ പാപത്തിന്മേലുള്ള ദൈവിക ശിക്ഷയുടെയും ശുദ്ധീകരണത്തിൻ്റെയും കാലമായിരുന്നു. ശിക്ഷയുടെയും ശുദ്ധീകരണത്തിൻ്റെയും നാളുകൾക്ക് ശേഷം ദൈവം നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെയും ഓർത്തുവെന്ന സവിശേഷമായ വചനത്തോടെയാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. പ്രളയജലം കുറഞ്ഞു തുടങ്ങിയപ്പോൾ 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് മലയിൽ നിലയുറപ്പിച്ചു. കൈത്താക്കാലം സഭയുടെയും വിശ്വാസികളുടെയും പ്രയാണത്തിൽ അലഞ്ഞുതിരിയലുകൾ അവസാനിപ്പിച്ച് ഉന്നതികളിൽ നങ്കൂരമിടുന്ന കാലമാണ്. ലോകമാകുന്ന പ്രളയജലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന അറാറത്ത് മല മിശിഹായുടെ രക്ഷാകരമായ സഭയുടെയും സ്വർഗീയ അനുഭവങ്ങളുടെയും പ്രതീകമാണ്. ചതുപ്പു നിലങ്ങളിൽ വീഴാതെ ആത്മീയ ഉന്നതികളിൽ നിലയുറപ്പിക്കുവാനുള്ള ആഹ്വാനമാണ് കൈത്താക്കാലം നമുക്ക് നൽകുന്നത്. നോഹ ആദ്യം പെട്ടകത്തിൻ്റെ ജനലിലൂടെ അയച്ച കാക്ക അഴുകിയ ശവശരീരങ്ങൾക്ക് മീതെ പറന്നു നടന്ന് തിരികെ വന്നില്ല. എന്നാൽ രണ്ടാമത് അയച്ച പ്രാവ് വിശ്രമിക്കാൻ ഇടം കാണാതെ തിരിച്ചെത്തുകയും മൂന്നാമത് വീണ്ടും ആ പ്രാവിനെ അയച്ചപ്പോൾ കൊത്തിയെടുത്ത ഒലിവിലയുമായി തിരികെ വരികയും ചെയ്തു. പ്രാവിൻ്റെ ചുണ്ടിലെ പച്ച ഒലിവില ദൈവിക കോപം അവസാനിച്ചതിൻ്റെയും പുതിയൊരു വിളവെടുപ്പ് കാലം ആരംഭിച്ചതിൻ്റെയും അടയാളമാണ്. പ്രളയത്തിൻ്റെ കറുത്ത ദിനങ്ങൾ മാറി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒലിവിലകൾ വിരിയുന്ന ആത്മീയ അനുഭവത്തിലേക്ക് കൈത്താക്കാലത്തിലൂടെ സഭ നമ്മെ നയിക്കുകയാണ്. ഇന്നത്തെ രണ്ടാമത്തെ വായന ഉത്തമ ഗീതത്തിൽ നിന്നാണ്. ദൈവവും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലും തമ്മിലുള്ള അതിനിഗൂഢവും തീവ്രവുമായ പ്രണയബന്ധത്തിൻ്റെ കാവ്യ അനുഭൂതിയാണ് ഉത്തമഗീതം. മനുഷ്യവംശത്തിൻ്റെ രക്ഷാകര ചരിത്രം കേവലം നിയമങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ വംശാവലിയല്ല, മറിച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ മഹാകാവ്യമാണ്. സിയോൻ പുത്രിയായ ഇസ്രായേലിനെ തൻ്റെ സ്വന്തം വധുവായി സ്വീകരിച്ച ദൈവിക സ്നേഹം കാൽവരിയിലെ കുരിശിൽ രക്തം ചിന്തി സ്വയം സമർപ്പിച്ചുകൊണ്ട് മിശിഹ പരിശുദ്ധ സഭയോട് കാട്ടിയ പ്രണയത്തിൽ അതിൻ്റെ പൂർണ്ണത കണ്ടെത്തി. ഈ ലോകത്തിൽ സഭയിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം മണവാളനായ മിശിഹായുടെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹവലയത്തിൽ അഭയം പ്രാപിക്കുക എന്നാണ്. നമ്മെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, സ്നേഹത്താൽ പൊതിഞ്ഞു പിടിക്കുന്ന മണവാളനായ മിശിഹായോട് ആത്മീയമായ വിശ്വസ്തത പുലർത്തുക. ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കും ബഹളങ്ങൾക്കും മീതെ നടന്ന് മിശിഹായുടെ ശബ്ദത്തിന് കാതോർത്ത് സഭയാകുന്ന പൂന്തോട്ടത്തിൽ വിരിയുന്ന ലില്ലിപ്പൂക്കളായി അവിടുത്തെ മാറിൽ ചേർന്നിരിക്കാൻ കൈത്താക്കാലത്തിൻ്റെ ഈ വായന നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്നത്തെ മൂന്നാമത്തെ വായന വെളിപാട് പുസ്തകം 21-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ കൃത്യമായ തുടർച്ചയുടെയും വിജയത്തിൻ്റെയും ചിന്തകളാണ് ഈ വായന നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന അന്തിമ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അതിമനോഹരമായ ചിത്രമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പഴയ നിയമത്തിലെ ഗോത്രത്തിലൂടെ വളർന്ന് പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരിലൂടെ ലോകമെങ്ങും വ്യാപിച്ച ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണമാണിത്. ദൈവിക പദ്ധതികൾ പടിപടിയായി എങ്ങനെ വിജയം കാണുന്നു എന്നതിൻ്റെ തെളിവാണിത്. നമ്മളും ദൈവത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് അവിടുത്തെ പദ്ധതികളോട് സഹകരിച്ച് ജീവിച്ചാൽ അവസാന നാളിൽ നാം ദൈവ തേജസ്സോടെ മഹത്വപ്പെടും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. അവിടുത്തെ വഴികളിലൂടെ നടക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടുന്ന് നമ്മെ തക്ക സമയത്ത് ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ കൈത്താക്കാലത്ത് ദൈവിക പദ്ധതിക്ക് പൂർണ്ണമായി കീഴടങ്ങുവാനും ആത്മീയമായി സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിച്ച് പുതിയ ജെറുസലേമിൻ്റെ ഭാഗമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നാലാമത്തെ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ വായന ആരംഭിക്കുന്നത്.
ഈശോയുടെ കൽപ്പനയനുസരിച്ചാണ് ശിഷ്യന്മാർ കഫർനാമിലേക്ക് പോകുന്നത്. ഈ സംഭവം വിവരിക്കുന്ന മത്തായി സുവിശേഷം 14 അധ്യായം 22 വാക്യത്തിൽ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുന്നതിന് തൊട്ടു മുൻപ് ഈശോ ശിഷ്യന്മാരോട് വള്ളത്തിൽ കയറി അക്കരെ കഫർനാമിലേക്ക് പോകുവാൻ നിർബന്ധപൂർവം ആവശ്യപ്പെടുകയായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിന് ശേഷം ജനങ്ങൾ ഈശോയെ നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കാൻ, അതായത് അവരുടെ ലൗകിക രക്ഷകനാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജനങ്ങളുടെ തെറ്റായ ഈ രാഷ്ട്രീയ ഭൗതിക ആഗ്രഹങ്ങളിൽ ശിഷ്യന്മാർ വീണുപോകാതിരിക്കാനും അനാവശ്യമായ ബഹളങ്ങളിൽ നിന്നും അവരെ മാറ്റാനും വേണ്ടിയാണ് ഈശോ അവരെ ഉടൻ തന്നെ കഫർനാമിലേക്ക് അയച്ചത്. അത്ഭുതങ്ങൾ കാണുമ്പോൾ ജനക്കൂട്ടം ഉണ്ടാക്കുന്ന ബഹളങ്ങൾ അത്യന്തം ആകർഷകമാണ്. തങ്ങളെ ബഹുമാനിക്കുന്ന, കിരീടമണിയിക്കാൻ നോക്കുന്ന ജനങ്ങളുടെ നടുവിൽ നിൽക്കാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകും. ഇന്നത്തെ ലോകം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മാതൃകയും അതുതന്നെയാണ്. ശിഷ്യന്മാരും ആ ജനകീയ തരംഗത്തിലും ആവേശത്തിലും വീണുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ കയ്യടികളിൽ സഭയുടെ യഥാർത്ഥ മനോഭാവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവ് കണ്ടെത്തിയ വഴിയായിരുന്നു ആ സമയത്തെ ആ കടൽ യാത്ര. ലൗകികമായ പ്രശസ്തിയുടെ തീരങ്ങളിൽ തമ്പടിക്കാനല്ല, മറിച്ച് പ്രക്ഷുബ്ധമായ കടലിലൂടെ ആയാലും മിശിഹായുടെ ദൗത്യവുമായി മുന്നേറാനാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാമക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. സഭയുടെ ദൗത്യവും ആത്മാവും ലൗകിക സുഖങ്ങളിൽപ്പെട്ട് അഴുകിപ്പോകാതിരിക്കാൻ മിശിഹ കണ്ടെത്തിയ രക്ഷാകരമായൊരു വേർപെടുത്തലായിരുന്നു കഫർനാമിലേക്കുള്ള ശിഷ്യന്മാരുടെ ഈ യാത്ര. ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് തുഴയുന്ന ഒന്നല്ല സഭ, മറിച്ച് ലോകത്തിൻ്റെ സ്വാദുകൾക്ക്, അതായത് വേൾഡ്ലി ടേസ്റ്റ് ആൻഡ് ട്രെൻഡ്സ്, അതിന് എതിർ സ്വാദും ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവിക സ്വരവുമാണ് സഭ. ചുരുക്കത്തിൽ, ലോകത്തിൻ്റെ കയ്യടികളും സുഖസൗകര്യങ്ങളും നമ്മെ മയക്കുമ്പോൾ ഇവിടെ നിൽക്കേണ്ടവരല്ല നിങ്ങൾ, അക്കരെ എത്തേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിച്ച് നമ്മെ കഫർനാമിലേക്ക്, അതായത് വിശുദ്ധിയുടെ തീരത്തേക്ക് അയക്കുന്ന ഈശോയുടെ സ്നേഹപൂർവമായ ഇടപെടലാണ് ഈ സുവിശേഷ ഭാഗം. ഈ പ്രയാണം സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. സഭ എന്നത് ഭൗതിക താല്പര്യങ്ങൾ സന്ധിക്കുന്ന ഒരു ലൗകിക വിശ്രമകേന്ദ്രമല്ല, മറിച്ച് പ്രക്ഷുബ്ധമായ ആഴങ്ങളിൽ നിന്നും ജീവൻ്റെ തീരത്തേക്ക് ആത്മാക്കളെ സുരക്ഷിതമായി എത്തിക്കുന്ന രക്ഷാപേടകമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വന്യമായ കാറ്റും ഗർജിക്കുന്ന അലകളും ഗലീലക്കടലിനെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ആഴക്കടലിൽ ഒഴുകി നടന്ന ചെറിയ വെള്ളം വെറുമൊരു മരപ്പലകകളുടെ കൂട്ടമായിരുന്നില്ല. അത് ഈ ലോകത്തിൽ ഈശോ മിശിഹ നടപ്പിലാക്കാൻ പോകുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പരിശുദ്ധ സഭയുടെ പ്രഥമ പ്രതിബിംബമായിരുന്നു. ലോകം ആഗ്രഹിക്കുന്നത് സുഖകരമായ തീരങ്ങളെയും വിശപ്പടക്കുന്ന അപ്പങ്ങളെയും താൽക്കാലികമായ കിരീടങ്ങളെയുമാണ്. എന്നാൽ സഭയുടേത് ലോകത്തിൻ്റെ സ്വാദുകളുമായി ഒത്തുതീർപ്പിലെത്തുന്ന സ്വരമല്ല, മറിച്ച് ലോകത്തിൻ്റെ സ്വാദിന് വിപരീതമായി നിത്യസത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിത്യ സൗഭാഗ്യത്തിൻ്റെ സ്വരമാണ്. തീരത്തെ കയ്യടികൾക്കും ഭൗതിക സുരക്ഷിതത്വങ്ങൾക്കും അപ്പുറം ആഴിയുടെ പ്രതിസന്ധികളിലേക്ക് ഈശോ മിശിഹ ശിഷ്യന്മാരെ അയച്ചത് ലോകത്തിൻ്റെ രീതികളെ തിരുത്താനാണ്. ലോകം സൗകര്യങ്ങൾ തേടുമ്പോൾ സഭ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നു. ലോകം ശാന്തമായ തീരങ്ങളിൽ തമ്പടിക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമായ ആഴങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ അങ്കണം തുറക്കുകയാണ്. കയ്യടികൾ കുറവാണെങ്കിലും കൽപ്പടവുകൾ കഠിനമാണെങ്കിലും കരുതലുള്ള സ്വരമാണ് സഭയുടേത്. മനുഷ്യയുക്തി വെച്ച് ചിന്തിച്ചാൽ ആ അസമയത്ത്, അതായത് ഇരുട്ടും കാറ്റും ഒത്തുചേരുന്ന രാത്രിയിൽ ശിഷ്യന്മാരെ കടലിലേക്ക് പറഞ്ഞയച്ച ഈശോയുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തീരങ്ങളിൽ സുരക്ഷിതരായിരിക്കേണ്ട ഈ അസമയത്ത് കർത്താവ് എന്തിനാണ് ഞങ്ങളെ പ്രകൃതിയുടെ വികൃതികൾക്ക് മുന്നിലേക്ക് തള്ളിവിടുന്നത് എന്ന് ശിഷ്യന്മാർക്ക് വേണമെങ്കിൽ പരാതിപ്പെടാമായിരുന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശൈലി പരാതികളുടേതല്ല, പൂർണ്ണമായ അനുസരണത്തിൻ്റേതാണ്. പരാതിപ്പെടാതെ വള്ളത്തിൽ ഉറച്ചു നിൽക്കുന്ന ശിഷ്യത്വം സഭയുടെ അസ്തിത്വമാണ്. തീരത്തെ സുരക്ഷിതത്വമല്ല, മിശിഹായുടെ വാക്കാണ് സഭയുടെ അളവുകോൽ. ക്രൈസ്തവ ദൈവവിളി എന്നത് ഇരുട്ടിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും നടുവിലും കൽപ്പിക്കപ്പെട്ട അക്കരകളിലേക്ക് പ്രയാണം തുടരാനുള്ളതാണ്. നിത്യസത്യങ്ങളുടെ തകർക്കപ്പെടാത്ത കാവൽക്കാരിയാണ് പരിശുദ്ധ സഭ. പ്രതിസന്ധികൾക്ക് മുൻപിൽ പതറാതെ ചരിത്രത്തിൻ്റെ ഏത് അസമയത്തും
പ്രതികൂലമായ ചുറ്റുപാടുകളിലും സഭ സജീവമായി നിലകൊള്ളുന്നു. കാരണം സഭയുടെ ശക്തി ചുറ്റുപാടുകളിൽ നിന്നല്ല, ചുറ്റുപാടുകൾ കണ്ട് ഭയപ്പെടുന്നവളുമല്ല. പരിശുദ്ധ സഭ അമരത്തിരിക്കുന്നവൻ്റെ അദൃശ്യ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. തളരാതെ തുഴയുന്നവർക്ക് തൻ്റെ സാന്നിധ്യം ഇപ്പോഴും കൂട്ടിനുണ്ടാവും എന്ന ഓർമ്മപ്പെടുത്തലാണ് കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്ന ഈശോ. കാറ്റും കോളും കണ്ട് പരിഭ്രാന്തരായ ശിഷ്യന്മാർക്ക് മുന്നിലേക്ക് വിശുക നടന്നു വരുന്നത് വെള്ളത്തിനു മീതെയാണ്. യഹൂദരുടെ ദിനചര്യകളിലും സംസ്കാരത്തിലും കടൽ ഒരു വശത്ത് ഉപജീവന മാർഗവും മറുവശത്ത് അഗാധമായ ഭയത്തിൻ്റെ പ്രതീകവുമായിരുന്നു. കടലിലെ ഭയങ്കരമായ ചുഴലുകളെയും അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളെയും അവർ അരാജകത്വത്തിൻ്റെയും തിന്മയുടെയും ശക്തികളുടെയും സാന്നിധ്യമായി കണ്ടു. യോനാ പ്രവാചകന്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും കടലിൻ്റെ ആഴങ്ങൾ പാതാളത്തിൻ്റെ കവാടങ്ങളായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് യഹൂദർ ഭയപ്പെട്ടിരുന്ന അതേ നാശത്തിൻ്റെ അഗാധതകളെ തൻ്റെ പാദങ്ങൾ കൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് അവിടുന്ന് വള്ളത്തെ സമീപിക്കുകയാണ്. ലോകം സൃഷ്ടിക്കുന്ന ഓളങ്ങൾക്കും ആഴക്കടലിൻ്റെ വന്യമായ അലർച്ചകൾക്കും മീതെയാണ് ഈശോയുടെ പാദങ്ങൾ പതിയുന്നത്. പ്രകൃതിയുടെ വികൃതികളും ചരിത്രത്തിൻ്റെ അശാന്തികളും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും ഒരു വശത്ത് ഉയരുമ്പോൾ ആ ഓളങ്ങളെ മുഴുവൻ തൻ്റെ പാദത്തിൻ്റെ കീഴിൽ ചവിട്ടിമെതിച്ച് നടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. മനുഷ്യനൊരിക്കലും നിയന്ത്രിക്കാനാവാത്ത ആ ഭയങ്കരമായ ശക്തികൾക്ക് മുകളിലാണ് മിശിഹ തൻ്റെ പാദമുദ്രകൾ പതിപ്പിക്കുന്നത്. ഓളങ്ങൾ വള്ളത്തെ തകർക്കാൻ നോക്കുമ്പോൾ ആ ഓളങ്ങളെ മെരുക്കി നടന്നു വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകവും പ്രക്ഷുബ്ധമായ ഒരു മഹാസമുദ്രമാണ്. ദൈവിക മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, സഭയുടെ ദൗത്യത്തെ അനാവശ്യമെന്ന് വിധിക്കുന്ന ലോകത്തിൻ്റെ വശ്യതകൾ, ചുറ്റും അലറുന്ന അശാന്തിയുടെ വിഭ്രാന്തികൾ, ഇതെല്ലാം അന്ന് ഗലീലിക്കടലിൽ ആഞ്ഞടിച്ച പെരുങ്കാറ്റിൻ്റെ പുതിയ രൂപങ്ങളാണ്. തീരങ്ങളിൽ സുരക്ഷിതത്വത്തിൽ തങ്ങി നിൽക്കാതെ ലോകമാകുന്ന കടലിൻ്റെ നടുവിലേക്ക് ദൗത്യവുമായി തുഴഞ്ഞു നീങ്ങുന്ന വള്ളമാണ് സഭ. ആഴത്തിൻ്റെ അജ്ഞാത ഭയങ്ങൾ സഭയെ വീഴ്ത്താൻ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഒഴുക്കിന് വിപരീതമായി കർത്താവിൻ്റെ വാക്കിന്മേൽ വലയെറിയുന്ന ശബ്ദമാണ് സഭയുടേത്. ഭൗതിക ലോകം അനിശ്ചിതത്വങ്ങളുടെയും അശാന്തിയുടെയും പെരുങ്കാറ്റുകളാൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പ്രത്യയശാസ്ത്രങ്ങൾ തകർന്നടിയുമ്പോഴും ലൗകിക സുരക്ഷിതത്വങ്ങൾ നിമിഷനേരം കൊണ്ട് ഇല്ലാതാകുമ്പോഴും അചഞ്ചലമായി നിലകൊള്ളുന്ന ഏക പ്രസ്ഥാനം സഭ മാത്രമാണ്. പ്രിയമുള്ളവരെ, ലോകം തരുന്ന താൽക്കാലിക അപ്പങ്ങൾക്കും ആവേശങ്ങൾക്കും പുറകെ പോകാതെ ഓളങ്ങളെ ശാന്തമാക്കുന്ന മിശിഹായി പ്രത്യാശർപ്പിച്ച് സഭയാകുന്ന ഈ അക്ഷയ പേടകത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.